ഇന്നലെ ഒരു പകൽ മുഴുവൻ അടൂരിലെ വീടിന് മുൻപിൽ മാധ്യമങ്ങൾ കാത്തിരുന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിന് പുറത്തിറങ്ങാനോ പ്രതികരിക്കാനോ തയ്യാറായില്ല. പതിവ് പോലെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള രാഹുലിന്റെ അധിക്ഷേപ പരാമർശങ്ങളോ മറുപടികളോ ഇല്ല. ലൈംഗിക ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോഴാണ് കോൺഗ്രസിന്റെ യുവ MLA മൗനം. സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. നോക്കാം സുജു, ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ മാങ്കൂട്ടം MLA വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടിപ്പോൾ ദിവസം കുറച്ചായി. മറുപടിയില്ല, ഫേസ്ബുക്കിൽ കാണാനില്ല, ഇൻസ്റ്റഗ്രാമിൽ കാണാനില്ല, ഒന്നുമില്ല. ആകെ നിശബ്ദതയാണ്. ഒരുപക്ഷേ ഇതുപോലൊരു തിരിച്ചടി രാഹുൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ കാലത്തിന്റെ കാവ്യനീതി എന്നൊന്നുണ്ടെന്നേ സുജു. എത്രയോ മനുഷ്യരെ അധിക്ഷേപിച്ചിട്ടുണ്ട്, എത്രയോ ആളുകളെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ട്. ലോകം അംഗീകരിച്ച DYFIയുടെ പൊതിച്ചോറിനെ കുറിച്ച് ഏറ്റവും മോശം വർത്തമാനം പറഞ്ഞ ആളാണ് രാഹുൽ മാങ്കൂട്ടം. ഞാൻ ഇന്നലെ കണ്ടൊരു കാഴ്ചയുണ്ട്. ആ രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെന്ന വാർത്തകൾ കൊണ്ട് പത്രം കൊണ്ട് പൊതിഞ്ഞ ചോറ് കൊടുക്കുന്ന കാഴ്ച. അതാണ് ഞാൻ പറഞ്ഞത്. കാലമാണ് ഏറ്റവും വലിയ ന്യായാധിപൻ. അവിടെ വിധി കൃത്യമായി എഴുതപ്പെടും. തീർച്ചയായിട്ടും മനു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ചോദിക്കുന്ന മൗനക്കൂട്ടത്തിലാണോ? കാരണം മാങ്കൂട്ടത്തിലാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ മൗനക്കൂട്ടിലാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ഈ രാജി പ്രഖ്യാപനത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടം പിന്നീട് ഒരു പൊതുവേദിയിലും പങ്കെടുക്കുന്നില്ല. മാത്രമല്ല നമുക്ക് പ്രതികരണങ്ങൾ ദൃശ്യമാധ്യമങ്ങളോട് മാത്രമല്ല, വേണമെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്കൂടെ നടത്താവുന്നതാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിൽ ഒരു ഇടപെടലും നടത്തുന്നില്ല, മൗനത്തിലാണ്. നമ്മൾ ഇന്നലെ ഉച്ചവരെയും വൈകുന്നേരം വരെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന്റെ മുമ്പിൽ മാധ്യമങ്ങൾ നിന്നായിരുന്നു. സാധാരണ ഈ നിരനിരയായി നിൽക്കുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന പ്രതികരണം നടത്തുകയും മറ്റുള്ള നേതാക്കളെ അധിക്ഷേപിക്കുന്ന രീതിയാണ് രാഹുലിനുണ്ടായിരുന്നത്. ഇന്നലെ രാവിലെ നിൽക്കുമ്പോൾ പല ആളുകളും തമാശയ്ക്കായി പറഞ്ഞു, രാഹുൽ ഒരു ചായ കുടിക്കാൻ പോലും പുറത്തൊരു കടയിലേക്ക് പോകുന്നില്ലല്ലോ, വീടിനുള്ളിൽ മൗനത്തിലായിട്ട് ഇരിക്കുകയാണല്ലോ. പല നേതാക്കളും, യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാരും പല യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ രാഹുലിനെ വന്ന് കാണുന്നുണ്ട്, സന്ദർശിക്കുന്നുണ്ട്. ഒരുപക്ഷെ രാഹുലിന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് അവർ വരുന്നതായിരിക്കാം. അല്ലെ, ഒരു തമാശ എന്ന് പറയുന്നത് ഈ വരുന്ന ഒരാൾ പോലും രാഹുലിനായി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് രാഹുലിനെ ന്യായീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. യൂത്ത് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയുന്നത് ഇനി എപ്പോൾ ആരോപണങ്ങളുടെ ഈ പുതിയ വെളിപ്പെടുത്തൽ എപ്പോൾ തീരുമെന്നൊരു സംശയമുണ്ട്. കാരണം നമുക്കറിയാം, ഇനി പറയാൻ പോയാൽ നമുക്കിപ്പോൾ ആ സംഭവങ്ങൾ ഇപ്പോൾ വന്ന വെളിപ്പെടുത്തലുകളെ പറ്റി പറയാൻ പോയ ലൈവിൽ സമയം മതിയാകില്ല. എന്നാൽ പോലും ഒരു യുവ മാധ്യമ പ്രവർത്തകരുടെ ആരോപണം തുടങ്ങുന്നു, പിന്നീട് രാഹുൽ ചോദിക്കുന്നു എനിക്കെതിരെ ഒരു പീഡന പരാതി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇന്നലെ ഇപ്പോൾ പീഡന പരാതികൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അവാന്തിക എന്ന ട്രാൻസ്ജെൻഡർ കൃത്യമായി രാഹുലിനെതിരെ വളരെ ഷാർപ്പായ ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നു. എന്നാൽ യുവ MLA ഇതിനൊന്നും മറുപടി പറയാൻ ഇപ്പോൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. രാഹുൽ ഒരുപക്ഷെ യുവ മാധ്യമ പ്രവർത്തക പറഞ്ഞ ആ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം രാഹുൽ വെച്ചു പുലർത്തുന്ന. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പുറത്തിറങ്ങാത്തത്. പക്ഷെ വളരെ പ്രതിരോധത്തിലാണ് രാഹുൽ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇങ്ങനെ നടക്കുമ്പോഴും ഒരുപക്ഷെ രാഹുൽ ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണാനും ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു കട്ടപ്പ വിവാദം നടക്കുന്നുണ്ട്. അതായത് പിന്നിൽ നിന്ന് ചില ആളുകൾ കുത്തി അത് അബിൻ വർക്കിയാണെന്നുള്ള ചില പരാമർശങ്ങളും സൂചനകളും ഒക്കെ യൂത്ത് കോൺഗ്രസിൽ ചില നേതാക്കൾ മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ യൂത്ത് കോൺഗ്രസിൽ മാത്രമല്ല, കോൺഗ്രസിനകത്തും രാഹുലിന്റെ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം വരികയാണ്. ഇപ്പോൾ മനു പറഞ്ഞു പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു MPയുടെ VK ശ്രീകണ്ഠന്റെ പരാമർശം. അപ്പൊ കോൺഗ്രസിൽ ചില ആളുകൾ പറയുന്നത് ഇങ്ങനെ ചില ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണ് പാർട്ടി പ്രതിരോധത്തിലാകുന്നത്, അത് വാർത്തയാകുന്നു. അതുകൊണ്ട് അത്തരം ആളുകളെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നീക്കം ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് MLA സ്ഥാനത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന്, അല്ലെങ്കിൽ രാജി നിർബന്ധപൂർവ്വം വെപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിലും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്റെ MLA സ്ഥാനം, മറ്റ് ജനങ്ങളുടെ ധാർമ്മികതയും മറ്റു കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ രാഹുലിന്റെ ആറ്റിറ്റ്യൂഡ് പൊതുവിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വിമർശിക്കപ്പെടുന്നത് ഹൂ കേഴ്സ് ആറ്റിറ്റ്യൂഡ് എന്ന രീതിയിലാണ്. എന്നാൽ MLA സ്ഥാനത്തിനുള്ള അതിനൊരു ഭീഷണി വരുമ്പോൾ, പാർട്ടിക്കുള്ളിൽ വിമർശനം വരുമ്പോൾ അതിന് മറുപടിയായി എന്തെങ്കിലും തരത്തിൽ രാഹുൽ ഇന്ന് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ മുമ്പിൽ കാണുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും മൗനം തുടരുകയാണ്. രാഹുലിനെതിരെ വലിയ പ്രതിഷേധം DYFI നടത്തുന്നുണ്ട്. അവിടെയാണ് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഒരു സിനിമയിലുണ്ട്, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ത് ചോദിച്ചാലും പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സാധാരണഗതിയിൽ എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി സംസ്ഥാനത്ത് ഏതെങ്കിലും മന്ത്രിയോ MLA ആരെങ്കിലും ഒക്കെ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്ന രാഹുലിന്റെ രാജി ആവശ്യം വരുമ്പോൾ രാഹുൽ മൗനത്തിലാണ്. എന്നാൽ DYFI ഇക്കാര്യത്തിൽ വളരെ ക്രിയാത്മകമായാണ് പ്രതികരിക്കുന്നത്.
പ്രത്യേകിച്ച് രാഹുൽ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറിൽ അശ്ലീലം അല്ലെങ്കിൽ അനാശാസ്യം ആരോപിച്ചപ്പോൾ ഡിവൈഎഫ്ഐ ഇന്നലെ സംസ്ഥാന വ്യാപകമായി പൊതുച്ചോറ് കൊടുത്തത് രാഹുലിന്റെ രാജി എന്ന വാർത്ത വന്ന പത്രം പൊതിഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ ജനകീയ വിചാരണ അങ്ങനെ തുടങ്ങി വളരെ ക്രിയേറ്റീവായി തന്നെ രാഹുലിന്റെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇന്നലെ പത്തനംതിട്ട അടൂരിൽ നടന്ന ഡിവൈഎഫ്ഐയുടെ ജനകീയ വിചാരണ സദസ്സിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷറർ അരുൺ ബാബു പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. വയനാട് ഫണ്ട് യൂത്ത് കോൺഗ്രസ് മുക്കിയെന്ന് അരുൺ ബാബു പറയുന്നത്, വയനാട് ഫണ്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ചത് ഒരുപക്ഷെ രാഹുൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുക്കാൻ വേണ്ടി ചിലവഴിച്ചു കാണും എന്നാണ് അരുൺ ബാബു പറഞ്ഞത്. അത്തരം രാഹുലിന്റെ തന്നെ വാക്കുകളും രാഹുലിന്റെ പ്രവർത്തികളും യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും വലിയ നാണക്കേട് സൃഷ്ടിക്കുകയാണ്. എന്തായാലും രാഹുൽ ഇന്ന് മൗനക്കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുമോ, പ്രതികരിക്കുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാത്തിരിക്കാം. രാഹുൽ അടൂരിലെ വീട്ടിൽ തന്നെയുണ്ട്, പുറത്തിറങ്ങാതെ രാഹുൽ ആ വീട്ടിൽ തുടരുകയാണ്. പ്രതിഷേധങ്ങൾ അയവ് വരുമ്പോൾ പാലക്കാട്ടേക്ക് പോകാനാണ് രാഹുൽ ആഗ്രഹിക്കുന്നത്. ചില അടുത്ത വൃന്ദങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോകുമെന്ന് എന്താണെന്നറിയില്ല. എന്നാലും രാഹുലിന്റെ പ്രതികരണത്തിനായി നമുക്ക് നോക്കാം.